അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന്നൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ലോങ് വീഡിയോസിനെ പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല കേട്ടോ. കാരണം നല്ല ബിസിയാണ് ലൈഫ്, നല്ല തിരക്ക് പിടിച്ച സമയങ്ങളാണ് മിക്കപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ലോങ് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ പൊതുവേ ലോങ് വീഡിയോസിനെ പറ്റി ചിന്തിക്കാറില്ല. പക്ഷെ കമൻസ് ഒക്കെ കാണുമ്പോൾ തോന്നും ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താന്ന്. അങ്ങനെ ആഗ്രഹിച്ചിന്ന് ചെയ്യാനിരുന്നപ്പോൾ എൻ്റെ ട്രൈപോഡിൻ്റെ ഹോൾഡർ ഒടിഞ്ഞു പോയിട്ടോ. ഈ ട്രൈപോഡൊക്കെ എന്ന് വന്നതാ? ട്രൈപോഡ് ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കും, നമ്മുടെ കൈയുണ്ടല്ലോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ പതിവ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി വന്നു. ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് അങ്ങനെ വർക്കും തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കണ്ടെത്താൻ പറ്റുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിന് വേണ്ടി ചൂസ് ചെയ്തതും. നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഫോൺ ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നല്ലപോലെ അറിയുന്നവരൊക്കെ ആയിരിക്കും മിക്കവാറും ഈ വീഡിയോസ് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവുക. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടാളും സ്ഥിരമായിട്ട് ഇപ്പോൾ താമസിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടുത്തെ ആർമി ക്വാർട്ടേഴ്സിലാണ്. കല്യാണം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അധികം ദിവസമൊന്നും അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വീട്ടിൽ നിന്നിട്ടില്ല. ഇപ്പോഴാണ് കുറച്ചധികം ദിവസം അടുപ്പിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം ആക്ച്വലി എൻ്റെ കാലിൻ്റെ ചെറുവിരൽ ഒടിഞ്ഞിരിക്കുവാണ്. അത് വാഷ്റൂമിൽ പോയപ്പോൾ നനഞ്ഞു. അതുകൊണ്ട് ഞാൻ പുതിയൊരു കെട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേ 7:15 നമ്മുടെ അലാം അടിച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ടെറസിലേക്ക് പോകാനാണ് യോഗ ചെയ്യാനായിട്ട്. യോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ യോഗയ്ക്ക് വേണ്ടി പോണതിന് മുന്നേ ഞാനൊന്ന് കാലൊക്കെ കെട്ടിക്കൊടുക്കുവാണ്. കാല് ഫുൾ ടൈം നമ്മൾ കെട്ടിവെക്കണം. ചെറുവിരലിന് പൊട്ടലും കാര്യങ്ങളൊന്നും അല്ല, ഒടിവ് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും മാറാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നനയാതെ ശ്രദ്ധിക്കണം, എവിടെയും തട്ടാതെയും ഞെരുങ്ങാതെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ വേദനയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ടച്ച് വുഡ് ഇതുവരെ എവിടെയും തട്ടിയിട്ടില്ല കേട്ടോ. ഇനി തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടെ ഒടിയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ചെറുവിരൽ എങ്ങനെയാണ് ഇങ്ങനെ ഒടിഞ്ഞതെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു. സോഫയിൽ നിന്ന് ജസ്റ്റ് ടൈലിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കാൻ നോക്കിയതാണ്. അന്നേരം കാലൊന്ന് സ്ലിപ്പായിട്ട് ചെറുവിരൽ മടങ്ങി ഒടിഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് നോക്കിയിരിക്കാതെ ചെറുവിരൽ ഒടിയാന്നൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരുന്നപ്പോൾ സംഭവിച്ചതാണ്. ഒരു 6 ആഴ്ച ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് തന്നെ നടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കംപ്ലീറ്റ് ഒടിവൊന്ന് മാറി കാല് കംപ്ലീറ്റ് ഓക്കെ ആവാനായിട്ട് 3 മാസം എടുക്കും എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഈ നടപ്പ് നിപ്പൊക്കെ കണ്ടിട്ട് എൻ്റെ ചെറുവിരൽ ഒടിഞ്ഞതായിട്ട് ആർക്കും തോന്നാറും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ വിരലൊക്കെ ബഡി പ്ലാസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് യോഗ ചെയ്യാൻ പോയാലോ? അങ്ങനെ യോഗ റിലാക്സിങ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സോങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പൊതുവേ യോഗ ചെയ്യാൻ ഇരിക്കാറുള്ളത്. ഇപ്പോൾ സമയം 7:15 ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് തണുപ്പും പിന്നെ ഒരു ഇളം വെയിലൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. നല്ല രസമുണ്ട് ടെറസിൽ വന്നിരിക്കാനായിട്ട്. പിന്നെ കാലിൻ്റെ ചെറുവിരൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സ്ട്രെച്ചിങ് അല്ലെങ്കിൽ യോഗയുടെ സൂര്യ നമസ്കാരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ആഗ്രഹിച്ചാലും പറ്റില്ല. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ കുറച്ച് പ്രാണായാമയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സമയം അതിനുവേണ്ടി വിനിയോഗിക്കാമെന്ന്. ആക്ച്വലി നമ്മളൊരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ നമ്മുടെ യോഗ മീ ടൈം ഒക്കെ കഴിഞ്ഞ് ഞാൻ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. തലേ ദിവസം രാത്രി തന്നെ നമ്മളിങ്ങനെ വർത്തമാനത്തിനിടയ്ക്ക് സച്ചു പറഞ്ഞിരുന്നു എനിക്ക് പുട്ടും കടലയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കിയാലോ എന്ന്. അതുകൊണ്ട് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ദോശയാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ദേ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടല ദേ വേവിക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അച്ഛനും അമ്മയും സച്ചു ഞാനും എല്ലാവരും അടുക്കളയിൽ കയറി പണിയെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. ആരാണോ രാവിലെ ഏറ്റവും നേരത്തെ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ കാണുന്ന ജോലി അവർ ചെയ്യും. അങ്ങനെയാണ് ഒരു റുട്ടീൻ. ഇന്നിപ്പം ഞാൻ എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. അതല്ല അച്ഛനും അമ്മയാണ് ആദ്യം എഴുന്നേറ്റ് വരുന്നതെങ്കിൽ അവരായിരിക്കും ഉണ്ടാക്കുക. ഇനി മെയിൻ കുക്കിംഗ് ആരായാലും അതിൻ്റെ എല്ലാ ഹെൽപ്പർ സച്ചു തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സച്ചു എൻ്റെ കൂടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആക്ച്വലി സച്ചുവിന് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടി ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ ഡിസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും ഡിഗ്രി എടുത്ത് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എക്സാമിനൊക്കെ പോകാൻ വേണ്ടി കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണ്. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും സച്ചുവിൻ്റെ വക ഒരു കോംപ്ലിമെൻ്റ് ഉണ്ടാവും. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ആൾ നല്ലോണം പറയും കേട്ടോ.
അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആളുടെ ഫുഡ് കഴിക്കൽ നല്ല എൻജോയ് ചെയ്താൽ കഴിക്കുള്ളൂ. അത് കാണുമ്പോഴും നമുക്ക് നല്ല സന്തോഷമാണ്. ഇപ്പം ജോബിനൊക്കെ കയറിയിട്ട് ഇത്രയും നാളായതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ടച്ചൊക്കെ പാവത്തിൻ്റെ വിട്ടു പോയിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഏർലി മോർണിംഗ് ഒക്കെ എഴുന്നേൽക്കുന്നതും പഠിക്കുന്നതൊക്കെ. പഠിക്കലൊക്കെ ഒരു വകയാണെങ്കിലും ബുക്കൊക്കെ തുറന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇതാ സച്ചു എക്സാമിനൊക്കെ പോയി തിരിച്ചു വന്ന് ആ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ. ശരിക്കും ഓർത്തെടുക്കുമ്പോൾ ഈ 5 മാസത്തിനിടയ്ക്ക് ഞാൻ പോയിട്ടുള്ളത് കൂടി എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. കല്യാണത്തിന് മുൻപേ ഉള്ള ഞാനാണെങ്കിൽ വീക്ക് ഡേയ്സ് കഴിഞ്ഞ് ഹോളിഡേയ്സിൻ്റെ ആ 2 ദിവസം ശനി ഞായറും എന്തായാലും ഞാൻ ഔട്ടിങ്ങിന് പോയിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി കറങ്ങി അടിച്ചൊക്കെ തിരിച്ചു വരുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അത് എവിടേക്കോ മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു സച്ചുവിനെയൊന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വരാമെന്ന്. അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ പോയപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഇൻട്രസ്റ്റ് കിടക്കുന്നത് നെയിൽസിലാണ്. അങ്ങനെ കുറച്ചധികം ഫേക്ക് നെയിൽസൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫേക്ക് നെയിൽ തന്നെയാണ് ഞാൻ കൈ മുട്ടിച്ച് വെച്ചേക്കുന്നതും. പിന്നെ ഈ ഇടയായിട്ട് സ്റ്റഡിനോട് ഭയങ്കര പ്രണയമാണ്. വലിയ സ്റ്റഡ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇത് ഞാൻ വാങ്ങിച്ചത് വെസ്റ്റ് സൈഡിൽ നിന്നാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ വാങ്ങിയതാണ്, പക്ഷെ മോസ്റ്റ് ഫേവറേറ്റ് അതായിരുന്നു കേട്ടോ. പിന്നെ ഇത് മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. 299 ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഈ ഫസ്റ്റ് വൺ ഉണ്ടല്ലോ, ആ പേൾസ് ഉള്ളത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടുകൊണ്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുറേ എണ്ണം വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസിനോട് ഇപ്പോൾ എനിക്ക് ഭയങ്കര പ്രണയമാണ് കേട്ടോ. എവിടെ കണ്ടാലും എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കാതെ ഞാൻ പോരില്ല. അങ്ങനെ എടുത്തെടുത്ത് ആക്ച്വലി അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതങ്ങനെ പെട്ടെന്നൊന്നും കളർ പോകത്തില്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനാണെങ്കിലും ഇഷ്ടം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഒറ്റ തവണ ഇട്ട് പെട്ടെന്ന് നിറം മങ്ങുന്നതാണെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. അത് കാരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഹോൾ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇതാ സച്ചു ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന നെയിൽ കട്ടർ ആൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. നല്ല ക്യൂട്ട് ഷേപ്പിൽ വരുന്ന ഒരു ലാവൻഡർ കളർ നെയിൽ കട്ടറാണ് കേട്ടോ ഇത്. ലാവൻഡർ ആണോ പർപ്പിൾ ആണോ, എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു എസ്തെറ്റിക് നെയിൽ കട്ടറാണ് കേട്ടോ. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ അതേപടി തിരിച്ചു വെച്ചിട്ട് ഞാൻ അടുത്ത കവർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഡ്രസ്സാണ് കേട്ടോ. ഈ നല്ല രസമുള്ളൊരു മാക്സി ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണ്. മാക്സ് എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ലോങ് വീഡിയോസൊക്കെ ചെയ്ത് ഇങ്ങനെ ബ്ലാ ബ്ലാ സംസാരിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ? ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഇതെന്ത് ബോറിംഗ് ആണ് ഇങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോങ് വീഡിയോ ചെയ്യാൻ ചെറിയൊരു മടി കാണിക്കുന്നതും. ശരിക്കും സമയക്കുറവാണ് പ്രധാന റീസൺ എങ്കിലും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താത്തൊരു ടൈപ്പാണ്. ഇങ്ങനെ ടാപ്പ് തുറന്നിട്ട് പോലെ വർത്താനം പറയും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലിക്ക് ആവാനുള്ള റീസണും അതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാനും ഓരോ കോഷ്ടിയൊക്കെ കാണിക്കാനും എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചത് സച്ചുവിന് വാങ്ങിച്ച ഷർട്ടാട്ടോ. സച്ചുവിന് വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ച് അതേപടി മടക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാരൻ്റെ ചിട്ടകളൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ ക്ലാഷ് ആകും. അതുകൊണ്ട് ആളുടെ ഷർട്ടൊക്കെ ഞാൻ അതേപടി തന്നെ മടക്കി വയ്ക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ഞാൻ ആ കവറിലേക്ക് ചുമ്മാ എടുത്ത് ഇടുമായിരുന്നു. പതുക്കെ ഷെൽഫിലേക്ക് വെക്കുമ്പോൾ മടക്കി വെക്കാമെന്ന് ഓർത്തു. ഇപ്രാവശ്യം നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മെയിനായിട്ട് വാങ്ങിച്ചത് വെസ്റ്റ് സൈഡിൽ നിന്നും മാക്സിൽ നിന്നും പിന്നെ പാന്തലൂൺസിൽ നിന്നാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു നൈറ്റ് വെയർ ഉണ്ടല്ലോ, അത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറച്ച് പേര് ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും സച്ചും കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സച്ചുവിന് ഇനി അടുത്ത എക്സാം ഉള്ളത് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആശാൻ ഇപ്പോഴൊന്നും പഠിക്കുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. എൻ്റെയും സച്ചുവിൻ്റെയും ഇടയിലുള്ള വീട്ടുജോലികളെല്ലാം തന്നെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഒന്നും ആരെയും ഭരേൽപ്പിക്കാറില്ല കേട്ടോ. അതിപ്പോൾ ക്വാർട്ടേഴ്സിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് രണ്ടുപേർക്കും സമയക്കുറവുകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞു ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് മഴയൊക്കെ മാറി നിൽക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ വെയിലുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വിരിക്കാം. നിങ്ങളുടെ അവിടെ മഴയാണോ വെയിലാണോ എന്നൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യണം.
പിന്നെ നിങ്ങളൊക്കെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്നും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കാരണം ഞാൻ ഇങ്ങനെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു കൗതുകം തോന്നും. ഇവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണോ കിടക്കുന്നത്? എൻ്റെ അടുത്താണോ? എൻ്റെ വീടിൻ്റെ അടുത്താണോ? സച്ചുവിൻ്റെ വീടിൻ്റെ അടുത്താണോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. ഇങ്ങനെ ടെറസിലെ വെയിലത്തേക്കൊക്കെ വരുമ്പോൾ ഞാൻ വാരിക്കോരി സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് വരാറ്. അല്ലെങ്കിൽ കരിഞ്ഞെരിഞ്ഞ് പുകഞ്ഞ് പോട്ടോ തിരിച്ചിറങ്ങി പോകുമ്പോൾ. അത്രയ്ക്ക് വെയിലാണ്, കണ്ണും കൂടെ തുറക്കാൻ പറ്റാത്ത അത്ര വെയിലാട്ടോ. അപ്പം നമ്മൾ രണ്ടാളും കൂടെ തുണിയൊക്കെ വേഗം വിരിച്ചിട്ടിട്ട് താഴേക്ക് ഓടി പോയിട്ടുണ്ട്. എറണാകുളംകാരിയായ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മരുമകളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ലാങ് എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒബ്വിയസ്ലി തോന്നുമല്ലോ. പിന്നെ ഫുഡാണെങ്കിലും കുറച്ചൊക്കെ ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് മീൻകറി ആട്ടോ. മീൻകറിയിൽ മുരിങ്ങാക്കോല് നമ്മുടെ അവിടെ ഇടാറേ ഇല്ല. അപ്പോൾ മീൻകറിയിൽ നിന്ന് മുരിങ്ങാക്കോല് ഞാൻ കഴിക്കുന്നത് വളരെ വിരളാണ്. നമ്മളവിടെ ചെമ്മീൻ മാങ്ങയും വെക്കുമ്പോൾ ഇടയ്ക്ക് മുരിങ്ങാക്കോല് എനിക്ക് അരക്കയോ ഇട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഹാളിലിരുന്ന് എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് ഉച്ചമയക്കാവാന്ന് വിചാരിച്ചു. എന്തായാലും ഹോളിഡേ ആണല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കാര്യം റൂമിൽ മൂട്ടിൽ തട്ടണ വെയിലായിരുന്നെങ്കിലും കുറച്ച് നേരം കർട്ടനൊക്കെ വലിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ട്രൈപോഡിൻ്റെ ഹോൾഡർ രാവിലെ ഒടിഞ്ഞു പോയതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട് എന്തായാലും പോകണമായിരുന്നു. പിന്നെ നമുക്കിന്ന് റേഷൻ കടയിലും പോകണം. ആക്ച്വലി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 months ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളിത് റേഷൻ കാർഡൊക്കെ എടുത്തു. അപ്പോൾ റേഷൻ കാർഡിൽ മെയിൻ നമ്മൾ സ്ത്രീകളാണല്ലോ. അപ്പോൾ കുടുംബനാഥ ഡിഞ്ചു എന്നൊക്കെ പറഞ്ഞ് പുതിയ റേഷൻ കാർഡൊക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. റേഷൻ കാർഡിൽ എൻ്റെ പേര് കുടുംബനാഥ എന്നുള്ള ടൈറ്റിലൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ അരി വാങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മറ്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് ചേച്ചിമാരിൽ ആരെങ്കിലുമൊക്കെ കൂട്ടി റേഷൻ കടയിൽ അരി വാങ്ങാനും മണ്ണെണ്ണ വാങ്ങാനൊക്കെ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ ഞാൻ സച്ചിനോട് ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പതാ കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ട് ഇപ്പതാ റേഷൻ കാർഡിൽ കുടുംബനാഥ ലെവലിലൊക്കെ എത്തി നിൽക്കുവാണ്. നമ്മളൊക്കെ ശരിക്കും വളർന്നു അല്ലേ. സച്ചുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് വണ്ടി കയറുന്നില്ല. സോ നമ്മൾ വണ്ടി മാറ്റിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് നമ്മളിതേ പൊതുവിതരണ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റേഷൻ കട വലിയ പേരൊക്കെ ആണെങ്കിലും നമ്മളതിനെ റേഷൻ കട എന്നാണല്ലോ പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റേഷൻ ആദ്യമായിട്ട് വാങ്ങിച്ചു. ഈ റേഷൻ കാർഡിൽ എൻ്റെ സച്ചിൻ്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. കുടുംബനാഥയും കുടുംബനാഥനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് KSF-ലോട്ടാണ്. ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, ചിലവാക്കുന്നു, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു റിതം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്നതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ച് ന്യൂ പ്ലാൻസ് ഒക്കെ തിരക്കി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. എന്നാലാണ് നമുക്ക് കുറച്ച് സേഫ് സോണിൽ പോകാൻ പറ്റുള്ളൂ. സോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എല്ലാവരും ചെയ്യുക. ഞങ്ങൾ രണ്ടാളും കൂടെ പുതിയൊരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാനിനി എന്തായാലും കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്ത് ഫ്രഷായി കിടന്നുറങ്ങാൻ പോവാണ്. സച്ച് പക്ഷേ വോളിബോൾ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി വരാനായിട്ട് നല്ല ലേറ്റ് ആകും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഒരു ഹോളിഡേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.